ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങാൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ബിഗ് ബോസ് ഹൗസിലേക്ക് എല്ലാ കണ്ടസ്റ്റൻസും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അവർ ആരൊക്കെയാണ്, എന്താണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട്, സോഷ്യൽ മീഡിയയിൽ അവർ എങ്ങനെയാണ് വൈറലായത് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. ആദ്യമായി ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിച്ചേർന്ന മെയിൽ കോണ്ടസ്റ്റന്റ് ആയിട്ടുള്ള അനീഷ് ടിയെ പരിചയപ്പെടാം. അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. തൻ്റെ ജീവിത അനുഭവങ്ങളെ ആസ്പദമാക്കി എഴുതിയിട്ടുള്ള എൻ നേരം തുഴഞ്ഞ് എന്ന് പറയുന്ന പുസ്തകം സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ചയായിരുന്നു. അതിലൂടെ അദ്ദേഹം ശ്രദ്ധേയനുമായി. അടുത്ത കണ്ടസ്റ്റൻ്റായ ആര്യൻ ഖത്തൂറിയ ബിഗ് ബോസ് മലയാളം സീസൺ 4 മോഹൻലാലിനോടൊപ്പം മോഡലായി എത്തിയ പ്രമോയിൽ കണ്ടിട്ടുള്ള മുഖമാണ് ആര്യൻ ഖത്തൂറിയയുടേത്. അതുപോലെ മെഡിമിക്സ്, KP നമ്പൂതിരീസ്, മലബാർ ഗോൾഡ് തുടങ്ങിയിട്ടുള്ള ബ്രാൻഡുകളുടെ മോഡലായി വന്നിട്ടുള്ള, മലയാളത്തിൽ ഫാലിമി എന്ന് പറയുന്ന മൂവിയിൽ ദേവ് എന്ന് പറയുന്ന കഥാപാത്രത്തെ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് ആര്യൻ ഖത്തൂറിയ. ഹിന്ദി ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് എൻട്രിയിൽ പങ്കെടുത്തിട്ടുള്ള മോഡലും മിസ് രാജസ്ഥാനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഗിസേൽ തക്രാലാണ് അടുത്ത കണ്ടസ്റ്റന്റ്. വൈറൽ ഫോട്ടോഷൂട്ടുകളിലൂടെ സോഷ്യൽ മീഡിയയിൽ വൈറലായി നിൽക്കുന്ന ഒരു മോഡൽ കൂടിയാണ് ഗിസേൽ തക്രാൽ. അടുത്തത് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയനായിട്ടുള്ള ഫാഷൻ കൊറിയോഗ്രാഫറായ നെവിനാണ്. വളരെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള റീലുകളാണ് ഇദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയനാക്കിയിട്ടുള്ളത്. ഒട്ടനവധി തരത്തിലുള്ള ഫാൻസ് ഫോളോവിങ്ങുമുള്ള ഒരു വ്യക്തി കൂടിയാണ് നെവിൻ. അടുത്ത കണ്ടസ്റ്റന്റ് RJ ബിൻസിയാണ്. പേരിൽ പറയുന്നത് പോലെ തന്നെ ഒരു RJ ആണ്. കൂടാതെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഷോകളിൽ ഹോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ അടുത്ത് നടന്ന കാർത്തിക് സൂര്യയുടെ മാരേജിന് ഹോസ്റ്റ് ചെയ്തത് RJ ബിൻസി ആയിരുന്നു. കഴിഞ്ഞ 2 ബിഗ് ബോസുകളിലും ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത ഒരാളാണ് മുൻഷി രഞ്ജിത്ത്. എന്നാൽ ഇത്തവണത്തെ ബിഗ് ബോസിലാണ് അദ്ദേഹത്തിന് എൻട്രി കിട്ടിയിരിക്കുന്നത്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആക്ടർ കൂടിയാണ്. ഒരു മിഡിൽ ഏജ് മാനെ റെപ്രസെന്റ് ചെയ്യുന്നത് മുൻഷി രഞ്ജിത്ത് ആയിരിക്കും. വളരെ ചെറുപ്പകാലം മുതൽ ഒട്ടനവധി കോമഡി ഷോകളിലും മറ്റും കണ്ട് പരിചയമുള്ള മുഖമാണ് അഡ്വക്കേറ്റ് ശൈത്യയുടേത്. ഈ അടുത്ത് അമൃത ചാനലിൽ നടന്നിരുന്ന അമ്മയും മകളും ചേർന്നുള്ള ഒരു റിയാലിറ്റി ഷോയിൽ അവർ പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനം, ഫസ്റ്റ് പൊസിഷൻ അവർക്ക് കിട്ടിയില്ല എന്നതിനെ തുടർന്ന് അവർക്ക് ലഭിച്ച ട്രോഫി അവർ സ്വീകരിക്കാതിരിക്കുകയും അതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയും ചെയ്തിട്ടുള്ള വ്യക്തികളാണ് അഡ്വക്കേറ്റ് ശൈത്യയും ശൈത്യയുടെ അമ്മയും. ഈ അടുത്തൊക്കെയും സോഷ്യൽ മീഡിയയിൽ നിറസാന്നിധ്യമായിരിക്കുന്ന പേഴ്സണൽ അറ്റാക്ക് ഉൾപ്പെടെ വളരെ അധികം സോഷ്യൽ മീഡിയ അറ്റാക്കുകൾ, നെഗറ്റീവ് കമൻറ്റുകൾ ഫേസ് ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന മറ്റൊരു വ്യക്തിയാണ് രേണുസുതി. രേണുസുതി എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പോലെ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ തൻ്റെതായ ശൈലിയിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഫിസിക്കലി കാലുകൾക്കുള്ള ലിമിറ്റേഷൻസിനെ മറികടന്ന് ഡാൻസും ക്രിക്കറ്റും പോലെയുള്ള മറ്റു കാര്യങ്ങൾ ചെയ്ത് വളരെ ആക്റ്റീവായി മുന്നോട്ട് പോകുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്ററായ അഭിശ്രീയാണ്. അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ലിമിറ്റേഷൻസിനെ കളിയാക്കിക്കൊണ്ട് മറ്റൊരു ക്രിയേറ്റർ വീഡിയോ ക്രിയേറ്റ് ചെയ്തതിനെ തുടർന്ന് തൻ്റെ ബോഡി ഇങ്ങനെയാണെന്നും തനിക്ക് വേണ്ടത് ആളുകളുടെ സിമ്പത്തി അല്ല എന്നുള്ള രീതിയിൽ വളരെ അഗ്രസീവായി തന്നെ അതിനോട് റിയാക്ട് ചെയ്തത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിൽ വളരെയേറെ പ്രതീക്ഷയുള്ള, കാര്യങ്ങൾക്ക് റിയാക്ട് ചെയ്യുന്ന ഒരാളായിരിക്കും അഭിശ്രീ എന്നുള്ള പ്രതീക്ഷയും അഭിശ്രീയുടെ മേലിലുണ്ട്. അടുത്തത് ഫുഡ് ബ്ലോഗറായ സോഷ്യൽ മീഡിയയിൽ FC ബോയ് എന്നറിയപ്പെടുന്ന ഒനിയൽ സാബു ആണ്. സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ ബിഗ് ബോസിലേക്ക് എത്തിച്ചേരുന്നു എന്നതിനെ പറ്റി വളരെ ഹൈപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചില കണ്ടസ്റ്റന്റുകളിൽ ഒരാൾ കൂടിയാണ് FC ബോയ് അഥവാ ഒനിയൽ സാബു. ഇദ്ദേഹത്തിന് മേലെയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ വളരെയധികം കാര്യങ്ങൾക്ക് റിയാക്ട് ചെയ്യുന്ന, തൻ്റെതായ രീതിയിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആകെ ഉറ്റുനോക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് ഒനിയൽ സാബു. സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രവോക്കിംഗ് ആയ ഇൻ്റർവ്യൂ എടുക്കുന്ന ആങ്കർ എന്നുള്ള രീതിയിൽ പേരുകേട്ട വ്യക്തിയാണ് ഷാരിക. വളരെയധികം നെഗറ്റീവ് കമൻറ്റോടു കൂടിയാണ് ഷാരിക ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നത്. എന്നാൽ തൻ്റെ പേഴ്സണൽ ലൈഫിൽ നേരിട്ടിട്ടുള്ള വളരെ വിഷമകരമായ കാര്യങ്ങളും മറ്റും പങ്കുവെക്കുമ്പോൾ ഷാരിക ഇൻ്റർവ്യൂവിൽ കാണുന്ന ഒരു ആങ്കർ മാത്രമല്ല എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബിഗ് ബോസ് ഹൗസിൽ ഒരുപക്ഷെ ഷാരികയുടെ മറ്റൊരു വേർഷൻ ആയിരിക്കും കാണാൻ സാധിക്കുക എന്ന് പ്രതീക്ഷിക്കുന്നു. ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിച്ചേരുന്ന ഏറ്റവും യങ്ങസ്റ്റ് കോണ്ടസ്റ്റന്റ് ആയിരിക്കും രണ ഫാത്തിമ. സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്ററും ഈ അടുത്തിറങ്ങിയ വൈറൽ ഇൻ്റർവ്യൂകളിലൂടെയും രണ ഫാത്തിമ ശ്രദ്ധേയമായിട്ടുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ യാതൊരുവിധ ഭയവും കൂടാതെ അവരോടൊപ്പമുള്ള യാത്രകളും മറ്റും പങ്കുവെക്കുന്നതിലൂടെ രണ ഫാത്തിമയ്ക്ക് വിമർശനങ്ങളും സപ്പോർട്ടും ഒരേ സമയം ലഭിച്ചു വരുന്നുണ്ട്. അടുത്തത് കലാഭവൻ സരികയാണ്. മലയാളികൾക്ക് ഒരിക്കലും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ലാത്തൊരു മുഖമാണ് കലാഭവൻ സരികയുടേത്. കോമഡി ഷോ, സിനിമ, സീരിയൽ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ നമുക്ക് കലാഭവൻ സരികയുടെ കഴിവുകൾ കണ്ടറിയാൻ സാധിച്ചിട്ടുള്ളതാണ്. കുടുംബ പ്രേക്ഷകരുടെ വലിയ സപ്പോർട്ടോടുകൂടി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ബിന്നി സെബാസ്റ്റ്യൻ. ഏഷ്യാനെറ്റിൽ സ്ട്രീം ചെയ്യുന്ന ഗീതാ ഗോവിന്ദം എന്ന് പറയുന്ന സീരിയലിൽ വളരെ ബോൾഡായ ഒരു ക്യാരക്ടറാണ് ബിന്നി സെബാസ്റ്റ്യൻ അഭിനയിച്ചിട്ടുള്ളത്.
വളരെയധികം പ്രേക്ഷകർ ഉറ്റുനോക്കുന്ന മറ്റൊരു കണ്ടസ്റ്റൻ്റാണ് അപ്പാനി ശരത്. ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത അങ്കമാലി ഡയറീസ് എന്ന് പറയുന്ന സിനിമയിലൂടെ വില്ലൻ കഥാപാത്രമായി വന്ന അപ്പാനി ശരത് പിന്നീട് ജിമിക്കിയും കമൽ എന്ന് തുടങ്ങിയ പാട്ടിലൂടെയും ശ്രദ്ധേയനായിരുന്നു. വീണ്ടും അധികം ശ്രദ്ധിക്കപ്പെട്ട ഒട്ടനവധി വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസ് ഹൗസിലെ മറ്റൊരു എൻട്രി അപ്പാനി ശരത്തിൻ്റെതാണ്. ഫേമസ് ആയ റിയാലിറ്റി ഷോകളായ സരിഗമപ, സ്റ്റാർ സിംഗർ തുടങ്ങിയ റിയാലിറ്റി ഷോകളിൽ മെൻറ്ററായി ശ്രദ്ധേയനായിട്ടുള്ള ഒരു ഗായകനാണ് അക്ബർ ഖാൻ. വളരെയധികം സോഷ്യൽ മീഡിയ പിന്തുണയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് കൂടിയാണ് അദ്ദേഹം. സോഷ്യൽ മീഡിയയിൽ വൈറലായ ഇൻ്റർവ്യൂകളുടെയും പേഴ്സണൽ ലൈഫിൽ തങ്ങൾക്ക് നേരിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവച്ചതിലൂടെയും മറ്റും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുള്ള ലെസ്ബിയൻ കപ്പിൾസാണ് ആദിലയും നൂറയും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കൂടിയാണിവർ. ഒട്ടനവധി പ്രേക്ഷകരുടെ ഇഷ്ടം നേടിക്കൊണ്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അനുമോൾ. സ്റ്റാർ മാജിക് എന്ന ഷോ എടുത്തു പറയേണ്ടതുപോലെ തന്നെ സീരിയലുകളുടെയും മറ്റും കുടുംബ പ്രേക്ഷകരുടെ വലിയ സ്നേഹവും പിന്തുണയും നേടുന്ന സോഷ്യൽ മീഡിയ താരം കൂടിയാണ് അനുമോൾ. സീരിയലുകളിൽ സൂപ്പർ ഹിറ്റായ കുങ്കുമപ്പൂവ് എന്ന സീരിയലിൽ രുദ്രൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ അഭിനയിച്ച് കുടുംബ പ്രേക്ഷകരുടെ ഹൃദയം ഒട്ടാകെ കീഴടക്കിയ ഒട്ടനവധി ഫാൻ ഫോളോവേഴ്സുള്ള കുടുംബങ്ങളുടെ പിന്തുണയുള്ള ഒരു കഥാപാത്രമായി മാറാൻ സാധിച്ച ഒരു ആക്ടറാണ് രുദ്രൻ എന്ന കഥാപാത്രത്തിലെത്തിയ ഷാനവാസ്. സ്റ്റാൻഡപ്പ് കൊമേഡിയനായ, എന്നാൽ ഇതുവരെ കൺഫർമേഷൻ ബിഗ് ബോസിൽ ഇദ്ദേഹം ഉണ്ടോ ഇല്ലയോ എന്ന് അവസാന നിമിഷവും ചർച്ച ചെയ്യുന്ന മറ്റൊരു കോണ്ടസ്റ്റൻ്റായി വരാൻ പോകുന്ന ആളാണ് ദീപക് മോഹൻ. ഇദ്ദേഹം എങ്ങനെയായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പ്രയോജിക്കുക എന്ന് നമുക്ക് കണ്ടറിയാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നതാ ഇവിടെ തുടങ്ങുകയാണ്. ഇതോടൊപ്പം ബിഗ് ബോസ് മലയാളത്തിൻ്റെ എല്ലാ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളും ലൈവ് അപ്ഡേറ്റുകളും എലിമിനേഷൻ അപ്ഡേറ്റുകളും സത്യസന്ധമായി ജെന്യുവിനായി നിങ്ങളിലേക്ക് എത്തിക്കുവാനും എപ്പിസോഡുകൾ യാതൊരുവിധ പക്ഷാഭേദവും ഇല്ലാതെ റിവ്യൂ ചെയ്യുവാനും ഞങ്ങൾ ശ്രദ്ധിക്കും. അപ്പോൾ ബിഗ് ബോസ് വേർഡിക്റ്റ് എന്ന് പറഞ്ഞ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഒരിക്കലും നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. സത്യസന്ധമായ അപ്ഡേറ്റുകൾക്കായി ബിഗ് ബോസ് വേർഡിക്റ്റ്.